എന്താണ് സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത്? അതായത് നിങ്ങള് ഇപ്പം എന്റെ വീഡിയോ കാണില്ലേ, എന്റെ കയ്യിൽ ഒരു പെന്നുണ്ട്. ആ പെന്നിനെ ഞാൻ എന്റെ 2 ഫിംഗേഴ്സ് വെച്ചിട്ടല്ലേ ബാലൻസ് ചെയ്തത്? ആണോ? കാണുന്നുണ്ടോ? യെസ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ എന്റെ ഫിംഗേഴ്സിനെ മൂവ് ചെയ്ത് ഇപ്പം 2 ഫിംഗേഴ്സ് കൂടി ഏകദേശം നടുവിലെത്തി അല്ലേ? എത്തിയോ? ആ പെന്ന് വീണ് പോയിട്ടില്ല, ഇല്ലല്ലോ. ഇപ്പോഴും പെന്ന് വീണ് പോവാതെ നിൽക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പെന്ന് ഇപ്പോഴും ബാലൻസ്ഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ പെന്നിന്റെ ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ ഞാൻ എന്റെ ഫിംഗേഴ്സ് വെച്ചു, അപ്പോഴും ഇത് ബാലൻസ്ഡ് ആയി നിന്നു. അതായത് നമുക്ക് മനസ്സിലാവേണ്ടത് ഈ പെന്നിന്റെ ഏകദേശം ഈ ഒരു പോയിന്റിലാണ് ഇതിന്റെ മൊത്തം മാസും കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഈ പെന്നിന്റെ ഈ ഒരു പോയിന്റിലാണ് ഇതിന്റെ മൊത്തം മാസും കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നത്. The entire mass of a substance is assumed to be concentrated at a particular point. അപ്പം ഒരു പെന്നിന്റെ കേസിൽ എടുക്കുകയാണെങ്കിൽ, if you are taking the case of a pen, ആ പെന്നിന്റെ കേസിൽ അതിന്റെ എൻറ്റയർ മാസ് ഏകദേശം ഇവിടെ ഒരു പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്തു അല്ലെ? ഇനിയിപ്പം നമ്മൾ ഒരു യൂണിഫോം റോഡ് എടുക്കുകയാണെങ്കിൽ അതിന്റെ മൊത്തം മാസും കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ എവിടെയെങ്കിലൊക്കെ ആയിരിക്കും. അതായത് എക്സാക്ട് സെന്ററിൽ. ഒരു സ്പിയറിനെ എടുക്കുകയാണെങ്കിൽ, ആ സ്പിയറിന്റെ എക്സാക്ട് സെന്ററിലായിരിക്കും അതിന്റെ യൂണിഫോം അല്ലെ മൊത്തം മാസും കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ട് ആ ഹൈപ്പോത്തറ്റിക്കൽ പോയിന്റ്. അപ്പം വാട്ട് ഇസ് സെന്റർ ഓഫ് മാസ്? ഈ പോയിന്റിനെയാണ് നമ്മൾ സെന്റർ ഓഫ് മാസ് എന്ന് വിളിക്കുക. ഇനിയിപ്പോ നമ്മളൊരു ഹാമർ സങ്കല്പിക്കും. ക്യാൻ യു ഇമാജിൻ എ ഹാമർ? ഹാമർ കണ്ടില്ലേ? ഹാമർ കാണാത്ത ആൾക്കാർ ആരും ഇല്ലല്ലോ. ഹാമർ എല്ലാവരും കണ്ടില്ലേ? ഒരു ഹാമറിന് എന്തുണ്ടാവും? ഒരു മെറ്റാലിക് ആയിട്ടുള്ള ഭാഗം ഉണ്ടാവും. അത് കൂടാതെ ഒരു വുഡൻ ഹാൻഡിലും ഉണ്ടാവും അല്ലെ? ഒരു വുഡൻ ഹാൻഡിലും ഉണ്ടാവില്ലേ? ഉണ്ടാവുമോ? അങ്ങനെയാണ് ഹാമറിന്റെ സെന്റർ ഓഫ് മാസ്, ഈ ഹാമറിന്റെ എക്സാക്ട് സെന്റർ ഇവിടെ എവിടെയെങ്കിലും ആണോ വരിക? ആണോ? അല്ല. ഈ ഹാമറിന്റെ മൊത്തം മാസും കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്ന മാതിരത്തെ ആ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഹാമറിന്റെ മെറ്റാലിക് ഭാഗത്തിലേക്കും വരിക. മെറ്റാലിക് ഭാഗത്തിലേക്ക് ആണോ? അപ്പം വാട്ട് ഇസ് സെന്റർ ഓഫ് മാസ് എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും, it is a hypothetical point where the entire mass of the system is assumed to be concentrated. What is center of mass? It is a hypothetical point where the entire mass of the system is assumed to be concentrated. എന്താണ് സെന്റർ ഓഫ് മാസ്? അതൊരു ഹൈപ്പോത്തറ്റിക്കൽ പോയിന്റ് ആണ്. ആ ഹൈപ്പോത്തറ്റിക്കൽ പോയിന്റിലായിരിക്കും ആ മൊത്തം സിസ്റ്റത്തിന്റെ മാസും കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്ന മാതിരി നമുക്ക് തോന്നുന്നത്. അപ്പൊ ചോദിക്കുകയാണ്, അല്ല സാറേ ഈ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് ശരിക്കും റിയാലിറ്റി അല്ലേ? ഞാൻ പറയും സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് ഒരു ഹൈപ്പോത്തറ്റിക്കൽ പോയിന്റ് ആണ്. നമുക്ക് തോന്നുന്നതാണ് ആ പോയിന്റിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നതായിരിക്കും. സബ്സ്റ്റൻസ് മൂവ് ചെയ്യുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നതിനാല് ആ സെന്റർ ഓഫ് മാസിനെ ഗവേൺ ചെയ്തിട്ടാണ് സബ്സ്റ്റൻസിന്റെ മോഷൻ ഉണ്ടാവുക. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ ഈ ഹാമറിനെ എടുത്ത് എറിഞ്ഞു വെച്ചു. ഈ ഹാമറിനെ നമ്മൾ എന്ത് ചെയ്തു? എടുത്തെറിഞ്ഞു. ഇവിടുന്ന് ഈ ഹാമറിനെ നമ്മൾ എടുത്തെറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഹാമർ ഒരു പാരബോളിക് പാത്തിലാണ് നീങ്ങുക അല്ലെ? കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒരു സബ്സ്റ്റൻസിനെ ഗ്രൗണ്ടിൽ നിന്ന് എടുത്തെറിയുകയാണെങ്കിൽ അതൊരു പാരബോളിക് പാത്തിലാണ് നീങ്ങുക എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടില്ലേ? ഉണ്ടോ? നോ? പഠിച്ചിട്ടുണ്ടോ കുട്ടികളെ? യെസ്. അങ്ങനെയാണെങ്കിൽ ഈ ഹാമർ നീങ്ങുന്നുണ്ടെങ്കിൽ ഹാമർ നീങ്ങുന്ന ഓരോ സമയത്തും ഹാമറിന്റെ സെന്റർ ഓഫ് മാസ് പോയിന്റ് ആണ് എവിടെ ഉണ്ടാവുക? നമ്മളുടെ ഈ ഒരു പ്രൊജക്ടൈൽ മോഷന്റെ ഭാഗമായിട്ടുണ്ടാവുക. ഹാമറിന്റെ ഏത് ഭാഗം? സെന്റർ ഓഫ് മാസ് പോയിന്റ്. അതായത് ഹാമർ നീങ്ങുന്നത് ഏകദേശം ഈ ഒരു രീതിയിലൊക്കെ ആയിരിക്കും എന്ന് പറയുകയാണെങ്കിൽ
ഹാമർ എടുത്ത് എറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാമർ ട്രാൻസ്ലേറ്ററി മോഷൻ ആണോ റൊട്ടേഷണൽ മോഷൻ ആണോ എക്സിക്യൂട്ട് ചെയ്യുക? ഹാമറിനെ നമ്മൾ അങ്ങോട്ട് എടുത്തെറിഞ്ഞു അല്ലെ, എന്തെങ്കിലും ഒരു സാധനത്തിനെ നമ്മൾ സാധാരണ രീതിയിൽ അങ്ങോട്ട് എടുത്തെറിയുകയാണെങ്കിൽ അതൊരു ട്രാൻസ്ലേഷണൽ മോഷൻ ആണോ റൊട്ടേഷണൽ മോഷൻ ആണോ എക്സിക്യൂട്ട് ചെയ്യാം മക്കളെ? ഈ പെന്നിനെ ഇവിടെ നിന്ന് എടുത്തെറിഞ്ഞിട്ടുണ്ടെങ്കിൽ പെൻ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയല്ലേ പോവാ, ആണോ? ആ പ്രൊജക്ടൈൽ മോഷനിൽ ആ സാധനത്തിന് ഒരു റൊട്ടേഷണൽ മോഷൻ ഉണ്ടാവില്ലേ? ഉണ്ടാവുമോ? ഉണ്ടാവോ? യെസ് ഓർ നോ? അത് കറങ്ങുമ്പം അതിനൊരു റൊട്ടേഷൻ മോഷൻ ഉണ്ടാവില്ലേ? യെസ് ഓർ നോ? യെസ്. അങ്ങനെയാണെങ്കിൽ അതിന് റൊട്ടേഷൻ മോഷൻ ഉണ്ടെങ്കിൽ അത് കറങ്ങുന്ന സമയത്ത് അതിന്റെ സെന്റർ ഓഫ് മാസ് പോയിന്റ് ആണ് അതിന്റെ ആക്ച്വൽ ആയിട്ടുള്ള ഈ പാരബോള എന്ന് പറയുന്ന പാരബോളിക് പാത്ത് ഇല്ലേ, പാരബോളിക് പാത്തിൽ നീങ്ങുക അതിന്റെ സെന്റർ ഓഫ് മാസ് പോയിന്റ് ആണ്. ബാക്കി സാധനങ്ങളൊക്കെ അതിന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഒരു സ്റ്റീലിന്റെ സ്കെയിലിന് എടുത്തെറിയാണെങ്കിലും ഇതാണ് സംഭവിക്കുക. സ്റ്റീലിന്റെ സ്കെയിലിന്റെ സെന്റർ ഓഫ് മാസ് പോയിന്റ് ആണ് അതിന്റെ പാരബോളിക് പാത്ത് കവർ ചെയ്യുക, ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അതിന് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ ഒരു സബ്സ്റ്റൻസിന്റെ മോഷനെ ഗവേൺ ചെയ്യുന്നത് എന്താണ്? സെന്റർ ഓഫ് മാസ് ആണ്. ഒരു സബ്സ്റ്റൻസിന്റെ മോഷനെ ഗവേൺ ചെയ്യുന്നത് സെന്റർ ഓഫ് മാസ് ആണ്. ശരിയല്ലേ? ശരിയാണോ? ശരിയാണോ? ആ സെന്റർ ഓഫ് മാസ് പോയിന്റ് അല്ലേ ശരിക്കും ആ സബ്സ്റ്റൻസിന്റെ മോഷൻ എങ്ങനെയാന്നുള്ളത് സൂചിപ്പിക്കുന്നത്? യെസ് ഓർ നോ? യെസ്. ഇനി നിങ്ങൾ ഇമാജിൻ ചെയ്യും, ഇവിടെ ഒരാളുണ്ട്, അയാള് നിൽക്കുകയാണെങ്കിൽ ഇങ്ങനെയല്ല നിൽക്കുക, ആണോ? അങ്ങനെയാണ് അയാൾക്ക് ഇവിടെ ഇങ്ങനെ ബാലൻസ്ഡ് ആയി നിൽക്കാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? അയാളുടെ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് ഏകദേശം ദാ ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും ഉണ്ടാവും. The center of mass of this particular person, it will be somewhere over here. ആ സെന്റർ ഓഫ് മാസിനെ രണ്ട് കാലുകൾ സപ്പോർട്ട് ചെയ്യാനില്ലേ? ഉണ്ടോ? അതുകൊണ്ടാണ് അയാൾ ഇങ്ങനെ നിൽക്കുന്നത്. ഇനി നമ്മൾ ഇയാളുടെ കയ്യില് ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നാല്, ഇയാളുടെ ഈ കയ്യിൽ നമ്മൾ ഒരു സൂട്ട് കേസ് വെച്ചു കൊടുത്തു. ആ സൂട്ട് കേസിന് നല്ല ഭാരമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇയാൾ ഇങ്ങനെ തന്നെയാണോ നിൽക്കുക, അതോ അയാളുടെ ഷോൾഡർ എങ്ങോട്ടെങ്കിലും ചരിക്കുമോ? പറയേ, ഏത് ഭാഗത്തേക്കാ ചരിക്കുക? സൂട്ട് കേസ് ഉള്ള അതേ സൈഡിലേക്കാണോ, സൂട്ട് കേസ് ഉള്ളതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണോ ചരിക്കുക? സൂട്ട് കേസ് ഉള്ള അതേ സൈഡിലേക്കാണോ, സൂട്ട് കേസ് ഉള്ള ഓപ്പോസിറ്റ് സൈഡിലേക്കാണോ അയാൾ ചരിക്കുക? പറയേ, അയാളുടെ ഷോൾഡർ അതേമാതിരി തന്നെ അല്ലല്ലോ വെക്കാം, അങ്ങോട്ടേക്കാ ചരിക്കുക? ആ സൂട്ട് കേസ് ഉള്ളതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് അയാളുടെ ഷോൾഡർ ടിൽറ്റ് ചെയ്യും അല്ലേ? ടിൽറ്റ് ചെയ്യോ? എന്തിനാണ് അയാൾ അങ്ങനെ ഷോൾഡർ ടിൽറ്റ് ചെയ്യുന്നത്? അതായത് ബാഗും കൂടി വന്ന സമയത്ത് ബാഗും അയാളും കൂടിയുള്ള സെന്റർ ഓഫ് മാസ് കുറച്ച് ഇങ്ങോട്ടേക്ക് മാറിയിട്ടുണ്ടാവും. അപ്പൊ ആ സെന്റർ ഓഫ് മാസിനെ അയാളുടെ കാലിന് ബാലൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ സെന്റർ ഓഫ് മാസിനെ പിന്നെയും രണ്ട് കാലുകൾക്ക് ഇടയിലേക്ക് തന്നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അയാളുടെ ഷോൾഡർ ഇങ്ങോട്ട് ചരിക്കുന്നത്. ആണോ? യെസ് ഓർ നോ? യെസ്. നിങ്ങള് നേരെ നിന്നിട്ട് നിങ്ങളോട് കുനിഞ്ഞിട്ട് നിങ്ങളെ കാല് തൊടാൻ പറഞ്ഞു വിചാരിച്ചോ. നേരെ നിന്നിട്ട് കുനിഞ്ഞിട്ട് നിങ്ങളോട് നിങ്ങളുടെ കാല് തൊടാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബോഡീനെ ഏകദേശം ഇങ്ങനെയാണ് ബെൻഡ് ചെയ്യുക, ആണോ? അതായത് ഇത് സൈഡ് വ്യൂ നോക്കുകയാണ് വിചാരിച്ചോ. സൈഡ് വ്യൂവില് നിങ്ങളോട് വളഞ്ഞിട്ട് നിങ്ങളുടെ കാലിനെ തൊടാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബോഡീനെ എങ്ങനെയാണ് ബെൻഡ് ചെയ്യുക? അതായത് നിങ്ങളെ ഹിപ്പ് ബാക്കോട്ടേക്ക് മൂവ് ചെയ്യിച്ചിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ നടത്തുക അല്ലെ. അല്ലാണ്ട് നിങ്ങൾ ഇങ്ങനെ ബെൻഡ് ചെയ്യോ? ഇങ്ങനെ ബെൻഡ് ചെയ്തിട്ടാണോ തൊടാൻ നോക്കുക, ആണോ? അല്ല, സെക്കൻഡ് രീതിയിലാണ് ഏകദേശം നമ്മൾ ബെൻഡ് ചെയ്യുക. കാരണം എന്താ, നമ്മൾ ബെൻഡ് ചെയ്യുമ്പോഴും നമ്മളെ സെന്റർ ഓഫ് മാസ് പോയിന്റ് എവിടെ തന്നെ വരണം?
ഫൂട്ടിന്റെ അടുത്ത് തന്നെ വരണം. നമ്മൾ ഇങ്ങനെ ബെൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സെന്റർ ഓഫ് മാസ് പോയിന്റ് ഇവിടെ എവിടെയെങ്കിലേക്കും, അതിനെ സപ്പോർട്ട് ചെയ്യാൻ നമ്മളെ കാലിന് പറ്റൂല. അപ്പൊ നമ്മൾ മുന്നോട്ട് മൂക്കുത്തി വീണു പോകും. ശരിയല്ലേ? ശരിയാണോ? ഇനി നിങ്ങൾ നടക്കുമ്പോഴും നിൽക്കുമ്പോഴും ഓടുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പല പല എക്സസൈസ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ഈ ഒരു കാര്യം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. നമ്മളെ സെന്റർ ഓഫ് മാസിനെ നമ്മളുടെ കാലുകൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാക്കിയിട്ടാണ് നമ്മൾ നമ്മളെ ബോഡി മൂവ്മെന്റ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? സെന്റർ ഓഫ് മാസ് താഴോട്ടേക്ക് ആവുന്നത് സ്റ്റെബിലിറ്റി കൂടാൻ കാരണമാവും. സെന്റർ ഓഫ് മാസ് താഴോട്ടേക്ക് ആവുന്നത് സ്റ്റെബിലിറ്റി കൂടാൻ കാരണമാവും. സ്റ്റെബിലിറ്റി കൂടും സെന്റർ ഓഫ് മാസ് താഴോട്ടേക്കാണെങ്കിൽ. അതായത് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾ ഇങ്ങനെ ഉള്ള ഒരു ബിൽഡിങ്ങും ഒരാള് കൺസ്ട്രക്ട് ചെയ്തു, വേറൊരാള് ഇങ്ങനെ ഉള്ള ഒരു ബിൽഡിങ്ങും കൺസ്ട്രക്ട് ചെയ്തു. ഏത് ബിൽഡിങ്ങിനായിരിക്കും സ്റ്റെബിലിറ്റി കൂടുതൽ ഉണ്ടാവുക? എക്കാണോ ബിക്കാണോ? എക്കാണോ ബിക്കാണോ സ്റ്റെബിലിറ്റി കൂടുതൽ ഉണ്ടാവുക? ബിക്ക് സ്റ്റെബിലിറ്റി കൂടുതൽ ഉണ്ടാവും, എക്ക് സ്റ്റെബിലിറ്റി കുറവായിരിക്കും. ഒരു ഭൂമി കുലുക്കോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ എ പെട്ടെന്ന് ചിലപ്പം വീഴാൻ സാധ്യതയുണ്ട്, ബി വീഴാൻ സാധ്യത കുറവാണ്. കാരണം എന്താ? എയുടെ കേസ് നോക്കുകയാണ്, അതിന്റെ കൺസ്ട്രക്ഷൻ പ്രകാരം നമുക്ക് മനസ്സിലാവും സെന്റർ ഓഫ് മാസ് കൂടുതലുള്ള സ്ഥലത്തേക്കല്ല ഉണ്ടാവുക. സെന്റർ ഓഫ് മാസ് കൂടുതലുള്ള സ്ഥലത്തേക്കല്ല ഉണ്ടാവുക. അതുകൊണ്ടല്ലേ ഹാമറിന്റെ മെറ്റാലിക് ഭാഗത്തേക്ക് സെന്റർ ഓഫ് മാസ് മാറിയത്, ആണോ? അതുകൊണ്ട് ഇവിടെ ഇതിന്റെ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് മാസ് കൂടുതലുള്ള സ്ഥലത്തേക്ക് മാറും. മാസ് കൂടുതലുള്ള സ്ഥലത്തേക്ക് മാറും എന്ന് പറഞ്ഞാൽ ഏകദേശം മുകളിലേക്കായിരിക്കും എയുടെ സെന്റർ ഓഫ് മാസ് ഉണ്ടാവുക. ബിയുടെ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് മാസ് കൂടുതലുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ഏകദേശം ഇവിടേക്ക് മാറും, അല്ലേ? ആണോ? ബിയുടെ സെന്റർ ഓഫ് മാസ് നിൽക്കുന്നത് ഗ്രൗണ്ടിൽ നിന്ന് കുറച്ച് ഹൈറ്റിലാണ്, അല്ലേ? ആണോ? എയുടെ സെന്റർ ഓഫ് മാസ് നിൽക്കുന്നത് ഗ്രൗണ്ടിൽ നിന്ന് കൂടുതൽ ഹൈറ്റിലല്ലേ? ആണോ? സെന്റർ ഓഫ് മാസ് ഗ്രൗണ്ടിന്റെ അടുത്തേക്ക് എത്തുന്നതനുസരിച്ച് സ്റ്റെബിലിറ്റി കൂടും. സെന്റർ ഓഫ് മാസ് ഗ്രൗണ്ടിന്റെ അടുത്തേക്ക് എത്തുന്നതനുസരിച്ച് സ്റ്റെബിലിറ്റി കൂടും. സ്റ്റെബിലിറ്റി കൂടും. മനസ്സിലാവുന്നുണ്ടോ? സ്റ്റെബിലിറ്റി കൂടും. ഇനി ഇതേ രീതിയിൽ നമ്മളിപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചിലപ്പം നമ്മളുടെ ഇനി കുങ്ഫു പാണ്ട എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ട്, കാർട്ടൂൺ സിനിമ. അത് കണ്ടിട്ടുണ്ടെങ്കിൽ അതില് ഒരു ഏറെ ഇറച്ച ഒരു ബാഗിനെ മേലേക്ക് ഇങ്ങനെ ഇയാൾ ഇടിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിഞ്ഞിട്ട് പിന്നെ അതേമാതിരി തന്നെ വന്നു വെക്കും. അല്ലെങ്കിൽ നിങ്ങളിപ്പം ചെറിയ കുട്ടികളുടെയൊക്കെ ഷോപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ബലൂൺ മാതിരത്തെ ഒരു സാധനം ഉണ്ടാവും. ആ ബലൂൺ മാതിരത്തെ സാധനത്തിനെ നമ്മൾ അടിച്ച് നിലത്തേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അത് പൊന്തി പോരും. പിന്നെ അടിച്ച് നിലത്തേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അത് നേരെ തന്നെ നിൽക്കും. കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? യെസ്. അതിന്റെ മാസ് എങ്ങനെയാണെന്നുള്ളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏറെ നിറച്ച ബലൂൺ ആണെങ്കിലും അതിന്റെ അടിഭാഗത്ത് നല്ല മാസ് കൂടുതലായിരിക്കും. അടിഭാഗത്ത് കുറച്ച് കനം കൂടിയ സബ്സ്റ്റൻസ് വെച്ചിട്ടുണ്ടാവും. അടിഭാഗത്ത് കനം കൂടിയ സബ്സ്റ്റൻസ് വെച്ചാൽ എന്ത് സംഭവിക്കും? അതിന്റെ സെന്റർ ഓഫ് മാസ് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യോ താഴത്തേക്ക് ഷിഫ്റ്റ് ചെയ്യോ? താഴത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും. താഴത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും. താഴത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് നല്ല സ്റ്റെബിലിറ്റി ഉണ്ടാവും. അതുകൊണ്ടാണ് അത് താഴത്തേക്ക് അടിച്ചിട്ടുണ്ടെങ്കിലും പിന്നെ ഇങ്ങനത്തെ നിൽക്കുന്നത്. ആണോ? ആണോ? ആണ്. ഇനി നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ ഒരു ഡബിൾ ഡെക്കർ ബസ് ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ ആ ഡബിൾ ഡെക്കർ ബസ്സിൽ നിങ്ങളോട് ഡ്രൈവർ എന്ത് പറയുന്നറിഞ്ഞാല് താഴെയുള്ള ഫ്ലോർ ഫില്ലായതിനു ശേഷം മാത്രമേ ഉള്ളൂ മുകളിലെ ഫ്ലോറിലേക്ക് ആൾക്കാരെ പോകാൻ സമ്മതിക്കുള്ളൂ. ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സാണെങ്കിൽ താഴെയുള്ള ഫ്ലോർ ഫില്ലായതിനു ശേഷം മേലെ ആൾക്കാരെ അലൗ ചെയ്യും. അല്ലെങ്കിൽ നിർത്തിയിട്ടാണെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് പാസഞ്ചേഴ്സ് വോണ്ട് ബി അലൗഡ് ടു മൂവ് ടു ദ സെക്കൻഡ് ഫ്ലോർ ബിഫോർ ഫില്ലിംഗ് ദ ഫസ്റ്റ് ഫ്ലോർ. എന്തുകൊണ്ടാ? ഒരു ഡബിൾ ഡെക്കർ ബസ്സിൽ മുകളിലാണ് ആൾക്കാർ പോയി ഇരിക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? അതിന്റെ സെന്റർ ഓഫ് മാസ് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. സെന്റർ ഓഫ് മാസ് മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ സ്റ്റെബിലിറ്റി കൂടുകയോ കുറയോ? സ്റ്റെബിലിറ്റി കുറയും. അത് മറയാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് താഴെ ആളുകളെ ഫില്ല് ചെയ്തതിനു ശേഷം മാത്രം മേലേക്ക് ആളുകളെ വിടുന്നത്. മനസ്സിലായോ? പിരമിഡ് എന്തുകൊണ്ടാണ് സ്റ്റേബിൾ ആയി നിൽക്കുന്നത്? കുറെ കാലമായിട്ടും ഈ ഷേപ്പിലുള്ള പിരമിഡ് ഒക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്, അല്ലെ? എന്തുകൊണ്ടാ? അതിന്റെ ഷേപ്പ് തന്നെയാണ്. ഇതിന്റെ ഷേപ്പ് കാരണം അതിനുണ്ടാവും സെന്റർ ഓഫ് മാസ് താഴെയായിരിക്കും. സെന്റർ ഓഫ് മാസ് താഴെയാണെങ്കിൽ സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കോ കുറവായിരിക്കോ? സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും. ഇനി നമ്മളുടെ ഒരു
ഇങ്ങനെ ഒരു കേസ് പറയാണ്, നിങ്ങളോട് ചോദിക്കുകയാണ് ലിയോണൽ മെസ്സി ആണോ ക്രിസ്ത്യാനോ റൊണാൾഡോ ആണോ ഒരു നല്ല ഡ്രിബിളർ, ആർക്കാണ് നല്ലോണം ഡ്രിബിൾ ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിൽ ചില ആൾക്കാർ മെസ്സി ഫാൻ ഉണ്ടാവും, ചില ആൾക്കാർ റൊണാൾഡോ ഫാൻ ഉണ്ടാവും. ഞാൻ ആ ഫാനിന്റെ കാര്യങ്ങൾ വെച്ചിട്ടല്ല ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, എന്ത് ഇതില് സയൻസ് വെച്ചിട്ട് ആർക്കാണ് നല്ലോണം ഡ്രിബിൾ ചെയ്യാൻ പറ്റുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ആൻസർ? ആർക്കായിരിക്കും? ലിയോണൽ മെസ്സിക്കും ക്രിസ്ത്യാനോ റൊണാൾഡോനും ഒരേ ഹൈറ്റ് ആണോ? അല്ല. അല്ല. ക്രിസ്ത്യാനോ റൊണാൾഡോന് അത്യാവശ്യം ഹൈറ്റ് കൂടുതലാണ് ആരേക്കാൾ? മെസ്സിനേക്കാൾ അല്ലെ? ആണ്. അപ്പം ഹൈറ്റ് കുറവുള്ള ആൾക്ക് എന്ത് ചെയ്യുന്നാല് അയാളുടെ സെന്റർ ഓഫ് മാസ് ഭൂമിയിൽ നിന്ന് കുറച്ചുകൂടി അടുത്തായിരിക്കും. ഭൂമിയിൽ നിന്ന് കുറച്ചുകൂടി അടുത്തായിരിക്കും. ഹൈറ്റ് കൂടുതലുള്ള ആളുടെ സെന്റർ ഓഫ് മാസ് ഭൂമിയിൽ നിന്ന് ലേശം കൂടി മുകളിലായിരിക്കും. സെന്റർ ഓഫ് മാസ് താഴോട്ടേക്ക് ആവുന്നതനുസരിച്ച് സ്റ്റെബിലിറ്റി കൂടും. അതുകൊണ്ട് ഹൈറ്റ് കുറഞ്ഞ ആൾക്ക് അയാളുടെ പൊസിഷൻസ് പെട്ടെന്ന് മാറ്റാൻ പറ്റും. അത് ബൈ സയൻസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഹൈറ്റ് കൂടുതലുള്ള ആൾക്ക് അയാളുടെ പൊസിഷൻസ് പെട്ടെന്ന് ചേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് ഹൈറ്റ് കുറഞ്ഞ ആളുടെ അത്ര പറ്റൂല. അതുകൊണ്ട് ആർക്കാണ് ബെറ്റർ ഡ്രിബിൾ ചെയ്യാൻ പറ്റുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സയൻസ് പ്രകാരം നമുക്ക് പറയാൻ പറ്റും മെസ്സിക്കാണ് ഡ്രിബിൾ ചെയ്യാൻ പറ്റും. ഇനി നിങ്ങളോട് ചോദിക്കുകയാണ് ആർക്കാണ് ഹെഡ് ചെയ്ത് ഗോള് പെട്ടെന്നാക്കാൻ പറ്റുക വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പം ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെ ചെയ്യും. കാരണം എന്താ, ഹൈറ്റ് കൂടുതലുള്ള ആൾക്കല്ലേ ഹെഡ് ചെയ്യാൻ നല്ലോണം പറ്റുള്ളൂ, ആണോ? ഇനി ആർക്കാണ് ബോളിനെ കുറച്ചുകൂടി സ്പീഡിൽ അടിച്ച് മുന്നോട്ട് എത്തിക്കാൻ പറ്റുക വെച്ചിട്ടുണ്ടെങ്കിൽ കിക്കിങ്ങിന്റെ സ്പീഡ് കൂടുതൽ റൊണാൾഡോനായിരിക്കും. കാരണം കാല് വലുതാവുന്നതനുസരിച്ച് ലാർജ് ടോർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് പറയാം എത്താം. അപ്പൊ എന്തായാലും ഡ്രിബിൾ ചെയ്യാൻ പറ്റുന്ന ആർക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെസ്സിക്കാണെന്ന് നമുക്ക് സയൻസ് പ്രകാരം പറയാം, സെന്റർ ഓഫ് മാസ് താഴെ ആയതുകൊണ്ട്. പിന്നെ ഒരു ഫുട്ബോൾ പ്ലെയറിനാണോ ഒരു ബോഡി ബിൽഡറിനാണോ സ്റ്റെബിലിറ്റി കൂടുതൽ ഉണ്ടാവുക? രണ്ടാളും എക്സസൈസ് ചെയ്യും ഇല്ലേ? ഒരു ഫുട്ബോൾ പ്ലെയറിനാണോ ബോഡി ബിൽഡറിനാണോ സിക്സാക്ക് ആയിട്ട് ഓടാൻ പറഞ്ഞ, ഒരേ ഹൈറ്റ് ഉള്ള ഫുട്ബോൾ പ്ലെയറും ഒരേ ഹൈറ്റ് ഉള്ള ഒരു ബോഡി ബിൽഡറിനെയും സിക്സാക്ക് ആയിട്ട് ഓടാൻ പറഞ്ഞിട്ട് ആർക്കാണ് സിക്സാക്ക് ആയിട്ട് നല്ല സ്പീഡിൽ ഓടാൻ പറ്റുക? ഫുട്ബോൾ പ്ലെയർ. കാരണം എന്താ പറഞ്ഞാല് ഫുട്ബോൾ പ്ലെയർ ജിമ്മിൽ പോകുന്നുണ്ടെങ്കിൽ ഫുട്ബോൾ പ്ലെയർ ജിമ്മിൽ പോയിട്ട് വർക്ക് ചെയ്യുക അയാളുടെ ലോവർ ബോഡി വെയിറ്റ് കൂട്ടാനാണ്. പക്ഷേ ഒരു എന്താണ് നമ്മളുടെ ഒരു നോർമൽ ആയിട്ടുള്ള എന്താണ് ഒരു ജിമ്മിൽ പോകുന്ന ആൾക്കാര് അവരുടെ ബോഡി ബിൽഡർ അയാളുടെ അപ്പർ ബോഡി വെയിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് വർക്ക്ഔട്ട് ചെയ്യുക. അപ്പൊ ഫുട്ബോൾ പ്ലെയർ ലോവർ ബോഡി വെയിറ്റ് കൂട്ടാൻ വേണ്ടി വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഫുട്ബോൾ പ്ലെയറിന് സെന്റർ ഓഫ് മാസ് ലേശം താഴോട്ടേക്ക് താവും. പക്ഷെ ബോഡി ബിൽഡറുടെ സെന്റർ ഓഫ് മാസ് ലേശം മുകളിലേക്ക് പൊന്തുകയാണ് ചെയ്യുക. അപ്പം സ്റ്റെബിലിറ്റി അങ്ങനെയും മാറുന്നുണ്ട്. പിന്നെ നിങ്ങളോട് ചോദിക്കുകയാണ് ഗേൾസ് ആണോ ബോയ്സ് ആണോ ബെറ്റർ ഡാൻസേഴ്സ് എന്ന് ചോദിച്ചു. അതിലേതാ ആൻസർ? ഗേൾസ് ആണോ ബോയ്സ് ആണോ ബെറ്റർ ഡാൻസേഴ്സ്? ഗേൾസ് ആണ് ബെറ്റർ ഡാൻസേഴ്സ് ദാൻ ബോയ്സ്. ഡാൻസിങ്ങിന് വേണ്ട സ്റ്റെബിലിറ്റി ആണ് അല്ലെ, പല പല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഡയറക്ഷൻ മാറ്റിയിട്ട് നമ്മൾ വീഴാതെ കളിക്കാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ ബോയ്സിന്റെ കേസിൽ എന്താ പറ്റുക വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മെയിലിന്റെ കേസിൽ എന്ത് പറ്റും എന്ന് പറഞ്ഞാൽ മെയിലിന്റെ അപ്പർ ബോഡി വെയിറ്റ് കൂടുതലായിരിക്കും. മെയിൽസിന്റെ അപ്പർ ബോഡി വെയിറ്റ് കൂടുതലായിരിക്കും ഫീമെയിൽസിനേക്കാൾ. മെയിൽസിന്റെ അപ്പർ ബോഡി വെയിറ്റ് ഫീമെയിൽസിനേക്കാൾ കൂടുതലാണ്. ഓട്ടോമാറ്റിക് ആയിട്ട് സെന്റർ ഓഫ് മാസ് എവിടേക്ക് മാറും? മുകളിലേക്ക് മാറോ താഴേക്ക് മാറോ? മുകളിലേക്ക് മാറും. അപ്പൊ സ്റ്റെബിലിറ്റി ലേശം കുറയും. ഇനി ഞാൻ ഈ പറഞ്ഞ പരിപാടി ഇല്ലേ, നിങ്ങൾ ഒരു ചുമരിന്റെ അടുത്ത് പോയി നിന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാ പറഞ്ഞാല് നിങ്ങൾ ഇങ്ങനെ വളഞ്ഞിട്ട് കാല് ചുമരിന്റെ മേലെ നമ്മുടെ കാലും നമ്മളുടെ ഹിപ്പൊക്കെ ഇങ്ങനെ ടച്ച് ചെയ്ത് വെച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ വളഞ്ഞിട്ട് കാല് തൊടാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഫീമെയിൽസിന് അത് പറ്റും, മെയിൽസിന് ഒരിക്കലും അത് പറ്റൂല. അതായത് ചുമര് ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് എന്താ ബാക്കോട്ട് ഹിപ്പ് മൂവ് ചെയ്യാൻ പറ്റില്ലല്ലോ, ഇല്ല. അപ്പം ഇതിലൊക്കെ ഇതാണ് സംഭവിക്കുന്നത്. മെയിൽസിന്റെ സെന്റർ ഓഫ് മാസ് ലേശം കൂടി മുകളിലേക്കായിരിക്കും, ഇപ്പൊ സ്റ്റെബിലിറ്റി കുറയും. സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് അറ്റ് ദ സെന്ററിലാവണം നിർബന്ധമുണ്ടോ? ഇല്ല. ഒരു സബ്സ്റ്റൻസിന്റെ സെന്റർ ഓഫ് മാസ് സെന്ററിൽ ആവാം, പക്ഷെ സെന്ററിൽ തന്നെ ആവണം എന്നൊരു നിർബന്ധവും ഇല്ലല്ലോ. ഇതിന്റെ കേസിൽ സെന്ററിൽ തന്നെ ഇല്ലല്ലോ, അല്ല. ഇനി സെന്റർ ഓഫ് മാസ് സബ്സ്റ്റൻസിന്റെ ഉള്ളിലാവണം നിർബന്ധമുണ്ടോ? അതും ഇല്ല. സെന്റർ ഓഫ് മാസ് ക്യാൻ ബി ഔട്ട്സൈഡ് ദ സബ്സ്റ്റൻസ് ഓൾസോ. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എങ്ങനെ ഒരു എൽ ഷേപ്പ് സ്ട്രക്ചർ എടുത്തു. ഈ ഒരു എൽ ഷേപ്പ് സ്ട്രക്ചറിന്റെ സെന്റർ ഓഫ് മാസ് ഇവിടെ ആയിരിക്കും. അതായത് സെന്റർ ഓഫ് മാസ് ആ സബ്സ്റ്റൻസിന്റെ പുറത്താണ്. ഒരു സർക്കുലാർ റിംഗ് എടുത്തു, ഒരു വള സർക്കുലാർ റിംഗ് എടുക്കുകയാണെങ്കിൽ ആ സർക്കുലാർ റിംഗിന്റെയും സെന്റർ ഓഫ് മാസ് അതിന്റെ പുറമെ.
center of mass, it can be outside the substance. Center of mass evade avam? Porame avam. Porame aikude? Yes or no? Yes, sir. Yes, it could be outside the substance also. Center of mass inganeyanu. Any center of mass in the position locate cheyanam. Position of center of mass. Ningal heading aayittu vena ezhudikko. Position of center of mass. എന്നിട്ട് പൊസിഷൻ ഓഫ് സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുല പറയുകയാണെങ്കിൽ നമുക്ക് XY ആക്സിസ് എടുത്തു. ലെറ്റ് ദിസ് ബി അവർ X ആക്സിസ് ആൻഡ് ലെറ്റ് ദിസ് ബി അവർ Y ആക്സിസ്. XY ആക്സിസ് എടുത്തിട്ട് ആ XY ആക്സിസിൽ നമ്മൾ രണ്ട് സബ്സ്റ്റൻസ് കൺസിഡർ ചെയ്തു. അതായത് ഒരു 2 പാർട്ടിക്കിൾ സിസ്റ്റം കൺസിഡർ ചെയ്യാണ്. ലെറ്റ്സ് ടേക്ക് ദ 2 പാർട്ടിക്കിൾ സിസ്റ്റം ഇൻ ദ XY ആക്സിസ്. ഇവിടെ നമ്മൾ ഒരു M1 മാസ് എടുത്തു. ഇവിടെ നമ്മൾ ഒരു M2 മാസ് എടുത്തു. M1 M2 എന്ന് പറയുന്ന രണ്ട് മാസുകൾ ഉണ്ട്. എന്നിട്ട് M1 മാസിന്റെ പൊസിഷനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഒരു വെക്ടർ വരച്ചു. ഇത് M1 മാസിന്റെ പൊസിഷൻ വെക്ടർ ആണ്. M1 മാസിന്റെ പൊസിഷനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒറിജിനിൽ നിന്ന് M1ലേക്ക് ഒരു വെക്ടർ വരച്ചു. അപ്പൊ ഇത് M1 എന്ന് പറയുന്ന മാസിന്റെ പൊസിഷൻ വെക്ടർ ആണ്. ലെറ്റ് മീ കോൾ ഇറ്റ് ആസ് R1. R1 ആരാണ്? M1 മാസിന്റെ എന്ത് വെക്ടർ? M1 മാസിന്റെ എന്ത് വെക്ടർ? പൊസിഷൻ വെക്ടർ. അതേപോലെ M2 മാസിന്റെ പൊസിഷനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒറിജിനിൽ നിന്ന് M2ലേക്ക് ഒരു വെക്ടർ വരച്ചു. ആൻഡ് ലെറ്റ്സ് കോൾ ദിസ് വെക്ടർ ആസ് R2. R2 എന്ന് പറയുന്നത് അപ്പം M2 മാസിന്റെ പൊസിഷൻ വെക്ടർ ആണ്. M2 മാസിന്റെ പൊസിഷൻ വെക്ടർ. അങ്ങനെയാണെങ്കിൽ ഈ M1ഉം M2 മാസിന്റെ കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു മാസായിട്ട് ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് എന്തായാലും M1ന്റെയും M2ന്റെയും ഇടയിലായിരിക്കും. M1ഉം M2 മാസിന്റെ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് എന്തായാലും M1ന്റെയും M2ന്റെയും ഇടയിലായിരിക്കുമല്ലോ. അപ്പൊ എക്സാക്ട് സെന്ററിലായിരിക്കും വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഏതിനാണോ മാസ് കൂടുതൽ ആ മാസിന്റെ അടുത്തേക്ക് മാറില്ലേ? അപ്പൊ അതുകൊണ്ട് ഞാൻ വെറുതെ ഇവിടെ പറയട്ടെ, ഇവിടെയാണ് വിചാരിച്ചു. ഇതാണ് ഇതിന്റെ സെന്റർ ഓഫ് മാസ് എങ്കിൽ സെന്റർ ഓഫ് മാസിന്റെ പൊസിഷനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു വെക്ടർ വരയ്ക്കേണ്ടി വരും. സെന്റർ ഓഫ് മാസ് എവിടെയാണെന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒറിജിനിൽ നിന്ന് സെന്റർ ഓഫ് മാസിലേക്ക് ഞാനൊരു വെക്ടർ വരച്ചു. ഒറിജിനിൽ നിന്ന് ഐ എം ജസ്റ്റ് ഡ്രോയിങ് എ വെക്ടർ ഫ്രം ഒറിജിൻ ടു സെന്റർ ഓഫ് മാസ് ആൻഡ് ലെറ്റ്സ് കോൾ ദിസ് വെക്ടർ ആസ് RCM. അപ്പൊ ചോദിക്കണം, ആരാണ് ഈ RCM? RCM എന്ന് പറയുന്നത് പൊസിഷൻ വെക്ടർ ഓഫ് സെന്റർ ഓഫ് മാസ് ആണ്. ആരാണ് RCM? RCM is the position vector of center of mass. ഇത് എന്ത് സിസ്റ്റം? 3 പാർട്ടിക്കിൾ സിസ്റ്റം ആണോ, 2 പാർട്ടിക്കിൾ സിസ്റ്റം ആണോ, n പാർട്ടിക്കിൾ സിസ്റ്റം ആണോ? പറയും. ഇതൊരു എത്ര പാർട്ടിക്കിൾ കൂടിയിട്ടുള്ള സിസ്റ്റം ആയിരുന്നു നമ്മളിപ്പോ വരച്ചത്? നമ്മളിവിടെ വരച്ചത് ഏത് പാർട്ടിക്കിൾ സിസ്റ്റം? 2 പാർട്ടിക്കിൾ സിസ്റ്റം ആണോ, 3 പാർട്ടിക്കിൾ സിസ്റ്റം ആണോ, n പാർട്ടിക്കിൾ സിസ്റ്റം ആണോ? പറയേ. 2 M1 M2 ഇത് സെന്റർ ഓഫ് മാസ് പോയിന്റ് അല്ലേ? 2 പാർട്ടിക്കിളേ ഉള്ളൂ. അപ്പൊ 2 പാർട്ടിക്കിൾ സിസ്റ്റം ആണ്. അപ്പൊ ഈ 2 പാർട്ടിക്കിൾ സിസ്റ്റത്തിന്റെ സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ വെക്ടർ കണ്ടുപിടിക്കണമെങ്കിൽ പൊസിഷൻ വെക്ടർ ഓഫ് സെന്റർ ഓഫ് മാസ് ഓഫ് എ 2 പാർട്ടിക്കിൾ സിസ്റ്റം കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഞാൻ ഇവിടെ പറയുന്നത്. ശ്രദ്ധിച്ചോ. M1 R1 പ്ലസ് M2 R2 ഡിവൈഡഡ് ബൈ M1 plus M2. This is the formula that you have to remember for position vector of the center of mass of a 2 particle system. ഒരു 2 പാർട്ടിക്കിൾ സിസ്റ്റം ഉണ്ട്. ആ 2 പാർട്ടിക്കിൾ സിസ്റ്റത്തിന്റെ പൊസിഷൻ വെക്ടർ ഓഫ് സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കണമെങ്കിൽ ഇതാണ് നമ്മൾ ഉപയോഗിക്കേണ്ട ഫോർമുല. എന്ത്? M1 R1 plus M2 R2 divided by M1 plus M2. കുഴപ്പമുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു ചോദ്യം എഴുത്. ഇതപ്പോ ഇത് പൊസിഷൻ വെക്ടർ ഓഫ് സെന്റർ ഓഫ് മാസ് ഓഫ് എ 2 പാർട്ടിക്കിൾ സിസ്റ്റം എന്ന് ഞാൻ പറഞ്ഞു അല്ലേ? പറഞ്ഞോ? യെസ്. അപ്പൊ ഈ ഡയഗ്രാം, ഈ ഇക്വേഷൻസ് ഒക്കെ ഒന്ന് എഴുതിയെടുത്തതിന് ശേഷം നിങ്ങൾ ഒരു ചോദ്യം എഴുതുക. ഫൈൻഡ് ഔട്ട് ദ പൊസിഷൻ വെക്ടർ ഓഫ് സെന്റർ ഓഫ് മാസ് for 3 identical masses. Find out the position vector of center of mass for 3 identical masses
each of mass 2 kilogram, each of mass 2 kilogram, arranged at the vertex of an equilateral triangle of side length 3 centimeter each, of side length 3 centimeter each. എഴുതിയോ? Yes, sir. അപ്പം ഇത്തവണ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഒരു 3 പാർട്ടിക്കിൾ സിസ്റ്റത്തിന്റെ സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാനാണ്. അതെങ്ങനെ മനസ്സിലായി? 3 മാസുകളുണ്ട്. ആ 3 മാസുകൾ എങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മളോട് ഇപ്പൊ ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡ്സിന്റെ രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മളെ ചോദ്യത്തിൽ പറഞ്ഞിട്ടില്ലേ? ഉണ്ടോ? Yes, sir. Yes, sir. അപ്പൊ നമ്മള് ഇവിടെ ഞാൻ എന്ത് ചെയ്യാന്നാല് ഈ കാര്യങ്ങളെ ഒന്ന് പറയാൻ വേണ്ടിയിട്ട്, ഞാനിപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലാവണം, ഈ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ഇട്ടത്. ശ്രദ്ധിച്ചോ. ഇവിടെ ഞാൻ എന്ത് ചെയ്തു? നമ്മളുടെ ഫസ്റ്റ് മാസ് ഉണ്ട് എന്നുള്ളത് സങ്കല്പിച്ചു, M1. ഇവിടെ നമ്മളുടെ രണ്ടാമത്തെ മാസ് ഉണ്ട് എന്നുള്ളത് സങ്കല്പിച്ചു, M2. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് നമ്മളുടെ മൂന്നാമത്തെ മാസ് ഇതാ ഇവിടെ എവിടെയെങ്കിലും ഉള്ളതായിട്ട് സങ്കല്പിച്ചു, M3. കുഴപ്പമില്ലല്ലോ? കുഴപ്പമുണ്ടോ? എല്ലാ സൈഡിന്റെയും ലെങ്ത് ഈക്വൽ ആയിരിക്കും ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൽ. എല്ലാ സൈഡിന്റെയും ലെങ്ത് ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് മാസിന്റെ പൊസിഷനെ സൂചിപ്പിക്കണം. ശ്രദ്ധിച്ചോ, ഫസ്റ്റ് മാസിന്റെ പൊസിഷൻ, ഫസ്റ്റ് മാസ് നിൽക്കുന്ന എവിടെയാ? ഒറിജിനിലല്ലേ? ഒറിജിനിലാണ്. ഇതിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് 0 പോയിന്റ് ആയിരിക്കൂലേ? ആണോ? അതായത് x1 y1 എന്ന് പറയുന്നത് 0 ആയിരിക്കും. ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. സെക്കൻഡ് മാസിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് x2 y2 ആയിരിക്കും അല്ലെ? x2 y2. അതാ ഈ M2 മാസിന്റെ പൊസിഷനെ പറയാൻ വേണ്ടിയിട്ട് ഈ ഡിസ്റ്റൻസ് എത്രയാണ്? 3 ആണ്. അത് x ഡിസ്റ്റൻസ് ആണോ y ഡിസ്റ്റൻസ് ആണോ ഈ M2 മാസിനെ സംബന്ധിച്ചിടത്തോളം? x ഡിസ്റ്റൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിന്റെ പൊസിഷൻ പറയുമ്പം ഞാൻ പറയാണ് 3,0 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? കാരണം ഈ M2 മാസ് നിൽക്കുന്നത് x ആക്സിസിന്റെ മേലെയാണ്. അതിന്റെ y ഡിസ്റ്റൻസ് എത്രയാ? 0 ആണ്. ശരിയല്ലേ? യെസ്. അപ്പൊ ഇത് 3,0 ആണ്. അതായത് x2 y2 യുടെ വില 3,0 എന്ന് പറയുകയാണെങ്കിൽ തെറ്റാണോ? തെറ്റല്ലല്ലോ? അല്ല. M3 മാസിൽ നിന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് ഒരു ഡോട്ടഡ് ലൈൻ വരച്ച് ഈ ദൂരം എത്രയാന്ന് നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് പറയും? അത് 1.5 ആന്ന് പറയും. തെറ്റാണോ? അല്ല. അങ്ങനെയാണെങ്കിൽ M3 മാസിന്റെ x ഡിസ്റ്റൻസ് 1.5 ആന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? M3 മാസിന്റെ x ഡിസ്റ്റൻസ് എന്തായാലും 1.5 അല്ലേ? ആണോ? Yes, sir. ഈ ഡിസ്റ്റൻസ് എത്രയാണ്? 3. ഇത് 3 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് ആയിരിക്കൂലേ അതിന്റെ y ഡിസ്റ്റൻസ്, അതായത് y3 ഡിസ്റ്റൻസ് ആണോ? ഓക്കെ, ഇവിടെ കണ്ടുപിടിക്കേണ്ട x3, y3 ആയിരുന്നു. അപ്പൊ y3 ഡിസ്റ്റൻസ് എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് ആയിരിക്കൂലേ? ഒരു ട്രയാങ്കിള്, അതായത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ ഇത് 3, ഇത് 1.5 ആണ്. ഇതെങ്ങനെ കണ്ടുപിടിക്കാം? 1.3. അതായത് റൂട്ട് ഓഫ് എന്ത്? റൂട്ട് ഓഫ് 3 സ്ക്വയർ മൈനസ് 1.5 സ്ക്വയർ ആണോ?
Yes, sir. Yes. അങ്ങനെയാണെങ്കിൽ റൂട്ട് ഓഫ് 3 സ്ക്വയർ എത്രയാ? 9 മൈനസ് 1.5 സ്ക്വയർ എത്രയാ വരിക? 1.5 സ്ക്വയർ എത്രയാ വരിക? 15 into 15 എത്രയാ? പെട്ടെന്ന് പറയാം. 3. എത്രയാ? അതിന്റെ ആൻസർ പറയും കാൽക്കുലേറ്ററിൽ നോക്കിയിട്ട്. ഇതിന്റെ കംപ്ലീറ്റ് ആൻസർ എത്രയാ നോക്ക്. 2.25. 2.25 ആണോ കംപ്ലീറ്റ് ആൻസർ? അതോ ഇതിന്റെ 1.5 സ്ക്വയർ ആണ് 2.25? അതിന്റെ കംപ്ലീറ്റ് ആൻസർ എത്രയാ? റൂട്ട് ഓഫ് 9 മൈനസ് 2.25 എത്രയാ? 2.6 ആണോ? ഓർക്കനെ പറയാം. 6.75. 6.75 ഇങ്ങനെയും കിട്ടി. 6.75 6.75 വരില്ലല്ലോ, അത് വരില്ല. റൂട്ട് ഓഫ് ഉണ്ട്. 1.5 √3 അല്ലേ ഉണ്ടാവുക? 9 മൈനസ് 2.25ന്റെ റൂട്ട് എത്രയാ? 2.6 ആണോ? അത് വരാൻ സാധ്യതയുണ്ട്. എന്തായാലും ഇങ്ങനെ കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം? നമുക്ക് ഇവിടെ 3 പാർട്ടിക്കിൾ സിസ്റ്റത്തിന്റെ സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കണം. 2 പാർട്ടിക്കിൾ സിസ്റ്റത്തിന്റെ സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇതല്ലേ? ആണോ? അപ്പൊ 3 പാർട്ടിക്കിൾ സിസ്റ്റത്തിന്റെ സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? സെന്റർ ഓഫ് മാസ് ഫോർ എ 3 പാർട്ടിക്കിൾ സിസ്റ്റം ആണ്. നമുക്ക് എന്ത് എഴുതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ M1R1 പ്ലസ് M2R2 പ്ലസ് M3R3 ഡിവൈഡഡ് ബൈ M1 പ്ലസ് M2 പ്ലസ് M3 ആയിരിക്കും. ഇവിടെ മാസുകൾ ഐഡന്റിക്കൽ ആണോ നോൺ ഐഡന്റിക്കൽ ആണോ? മാസുകൾ ഐഡന്റിക്കൽ ആണോ നോൺ ഐഡന്റിക്കൽ ആണോ? പറയും. എല്ലാ മാസും ഒരേമാതിരി അല്ലേ? ഐഡന്റിക്കൽ. അപ്പം എമ്മിനെ കോമൺ ആയി പുറത്തെടുത്തിട്ട് R1 പ്ലസ് R2 പ്ലസ് R3 ഹോൾ ഡിവൈഡഡ് ബൈ M പ്ലസ് M പ്ലസ് എമ്മിനെ 3M എഴുതി കൂടെ? ഇങ്ങനെ എഴുതാൻ പറ്റുമോ? നമ്മളുടെ ഈ ചോദ്യത്തിൽ ഐഡന്റിക്കൽ മാസ് ആയതുകൊണ്ട് എമ്മിനെ കോമൺ ആയി പുറത്തെടുത്തിട്ട് ഇങ്ങനെ എഴുതി കൂടെ? അപ്പൊ R1 പ്ലസ് R2 പ്ലസ് R3 ബൈ 3 എഴുതാം. എഴുതിക്കൂടെ? എഴുതാമോ? അങ്ങനെയാണെങ്കിൽ XCM ഇസ് ഈക്വൽ ടു ആണെങ്കിൽ, അതായത് എക്സ് കോർഡിനേറ്റ് ഓഫ് സെന്റർ ഓഫ് മാസ് കണ്ടുപിടിക്കണം. RCM ഇസ് ഈക്വൽ ഇങ്ങനെയാണെങ്കിൽ XCM ഈക്വൽ ടു ഇങ്ങനെയാണെങ്കിൽ X1 പ്ലസ് X2 പ്ലസ് X3 ബൈ 3 എന്ന് എഴുതാമോ? എഴുതാൻ പറ്റുമോ? പറയേ, എഴുതാൻ പറ്റുമോ? RCMന് R1 പ്ലസ് R2 പ്ലസ് R3 ബൈ 3 എന്നാണെങ്കിൽ XCM ഇസ് ഈക്വൽ ആണ് X1 പ്ലസ് X2 പ്ലസ് X3 ബൈ 3 എന്ന് എഴുതി കൂടെ? യെസ് സർ. അപ്പൊ YCM ഇസ് ഈക്വൽ ടു ആണെങ്കിലോ? YCM ഇസ് ഈക്വൽ ടു ആണെങ്കിൽ Y1 പ്ലസ് Y2 പ്ലസ് Y3 ബൈ 3 എഴുതി കൂടെ? X1 പ്ലസ് X2 പ്ലസ് X3 ബൈ 3 എന്ന് പറഞ്ഞിട്ട് X1 എത്രയാ? 0. X2 എത്രയാ? 3. X3 എത്രയാ? 1.5 അല്ലേ? ബൈ 3 എഴുതാം അല്ലെ? Y1 പ്ലസ് Y2 പ്ലസ് Y3 എത്രയാ? Y1 എത്രയാ? 0. Y2 എത്രയാ? അതും 0. Y3 എത്രയാ? 2.6 എന്നാണോ കിട്ടിയത്? 2.6 ഡിവൈഡഡ് ബൈ 3. അപ്പൊ XCM YCM കണ്ടുപിടിച്ചൂടെ? കണ്ടുപിടിക്കാമോ? XCM എത്ര കിട്ടിയത്? 3 പ്ലസ് 1.5 ഡിവൈഡ് ബൈ 3 എത്രയാ? 4.5 ബൈ 3 എത്രയാ? എത്രയാണ്? XCM എത്രയാണ്? പെട്ടെന്ന് പറയും. XCM എത്ര കിട്ടി? 1.5. അതേമാതിരി YCM എത്ര കിട്ടി? YCM എത്ര കിട്ടി? 2.6 ഡിവൈഡ് ബൈ 3. പെട്ടെന്ന് പറയും.
0.8. എത്രയാ? 0.8. പിന്നെ വേറെ ഉണ്ടോ? അടുത്ത നമ്പർ ഉണ്ടോ? 6. 86. അങ്ങനെയാണെങ്കിൽ ഇതിങ്ങനെ കിട്ടി. അങ്ങനെയാണെ RCM-നെ നമുക്ക് വേണമെങ്കിൽ XCM I cap പ്ലസ് YCM J cap എന്നൊക്കെ എഴുതാം. അതുകൊണ്ട് RCM എന്ന് പറയുന്നത് XCM എത്രയാ? 1.5 I cap പ്ലസ് 0.86 J cap. എഴുതിക്കൂടെ? എഴുതാമോ? ഇങ്ങനെയൊക്കെ എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു 3 പാർട്ടിക്കിൾ സിസ്റ്റത്തിന്റെ സെന്റർ ഓഫ് മാസിന്റെ പൊസിഷൻ വെക്ടർ കണ്ടുപിടിക്കുക. ഒരു കാര്യം ചെയ്യ്, ഈ വീഡിയോ കഴിഞ്ഞിട്ട് ഇപ്പൊ തന്നെ നിങ്ങൾ ഇതേ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് കയറണം. ഇപ്പൊ തന്നെ ഈ വീഡിയോ കഴിഞ്ഞിട്ട് ഇതേ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് കയറണം. മനസ്സിലായോ? Is that clear to you? Okay, sir. അപ്പൊ ഇതുവരെയുള്ള കാര്യങ്ങൾ ക്ലിയർ അല്ലേ? Yes, sir. യെസ്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നെ ഈ വീഡിയോ കഴിഞ്ഞിട്ട് അടുത്ത ലിങ്കിൽ ഇതേ ലിങ്കിൽ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് കയറാം.